ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം സത്യത്തിൽ മുസ്ലിങ്ങൾ നേരിടുന്നത് ഈ സമുദായത്തോട് കൂറും പ്രതിബദ്ധതയുള്ള നേതാക്കന്മാരില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരവൻ്റെ കാര്യം നോക്കുന്ന ആളുകളല്ലാതെ സമുദായത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം, ഇവരെ എങ്ങനെ ആധുനിക ലോകത്ത് ജീവിക്കാൻ പ്രാപ്തരാക്കാം എന്നാലോചിക്കാൻ പറ്റിയ നേതാക്കന്മാരില്ല. ചുരുക്കി പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ ഒരു CH മുഹമ്മദ് കോയ ഇല്ല, വടക്കേ ഇന്ത്യയിൽ ഒരു ഡോക്ടർ അബ്ദുൽ ഗഫൂർ ഇല്ല. ഇങ്ങനെയുള്ള സാമൂഹ്യ രാഷ്ട്രീയ പരിഷ്കർത്താക്കൾ ഇല്ലാതെ പോയതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ മുസ്ലിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ, അവർക്ക് രാഷ്ട്രീയമായ ഒരു വിലപേശൽ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലത്തെ ഒരു പാർട്ടിയുമില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് ശാഖകളുണ്ട്, പക്ഷേ ജനപിന്തുണയില്ല. അവിടെയുള്ള മുസ്ലിങ്ങളൊക്കെ ഒന്നുകിൽ കോൺഗ്രസിൽ, അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസിൽ, അല്ലെങ്കിൽ രാഷ്ട്രീയ ജനതാദളിൽ, അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലാണ്. അപ്പോൾ ശക്തമായൊരു പ്ലാറ്റ്ഫോമില്ല, വിലപേശൽ ശക്തിയില്ല. ഇതാണ് കുറഞ്ഞ മുസ്ലിങ്ങളൊന്നുമല്ല രാജ്യത്തുള്ളത്. ജനസംഖ്യയുടെ ഏതാണ്ട് 20% പക്ഷേ ഫലം അവർക്ക് റെപ്രസെൻറ്റേഷൻ ഇല്ല. റെപ്രസെൻറ്റേഷൻ ദൈനംദിന അടിസ്ഥാനത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസ് ചരിത്രത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ ജനതാദളും അതുപോലെ തന്നെയായി, സമാജ്വാദി പാർട്ടിയും ദയനീയമായ അവസ്ഥയിലാണ്. ആം ആദ്മി പാർട്ടിയും അതുപോലെ തന്നെയാണ്. NCPയും കോൺഗ്രസും ഒക്കെ ക്ഷയോന്മുഖമായ പാതയിലാണ്. പിന്നെ ഇവർക്ക് ഹിജാബ് നിരോധനം എന്നൊക്കെ പറഞ്ഞ് വിലപിച്ചുകൊണ്ട് നടക്കാനേ പറ്റുള്ളൂ. കോടതിയും അവർക്കെതിരാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അവർക്ക് അനുകൂലമല്ല. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലും അനുകൂലമല്ല. പിന്നെ ചെറിയ സാധാരണ വിഷയങ്ങളെപ്പോലും സമുദായവൽക്കരിച്ച് ഇവരെ ഭയചകിതരാക്കാൻ പാകത്തിലുള്ള നേതാക്കന്മാർ ഇഷ്ടംപോലെയുണ്ട്.